IPC സെക്ഷൻ 326B സ്വമേധയെ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ IPC സെക്ഷൻ 326B പറയുന്നത് എന്താണ്? സ്വമേധയാ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് സ്ഥിരമോ ഭാഗികമോ ആയ ഹാനിയോ വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ കഠിന ദേഹോപദ്രവമോ ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ വ്യക്തിയുടെ മേൽ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതെന്താണ്? കുറ്റകരമായ ശിക്ഷയാണ്. അപ്പോൾ IPC സെക്ഷൻ 326B പറയുന്നത് എന്താണ്? സ്വമേധയാ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒരു വ്യക്തിക്ക് സ്ഥിരമോ ഭാഗികമോ ആയ ഹാനിയോ വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ കഠിന ദേഹോപദ്രവമോ ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആ വ്യക്തിയുടെ മേൽ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് എന്താണ്? അത് IPC സെക്ഷൻ 326B പ്രകാരം കുറ്റകരമാണ്. ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ 7 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയും കൂടെ പിഴയും കിട്ടും. അപ്പോൾ IPC സെക്ഷൻ 326B പറയുന്നത് എന്താണ്? സ്വമേധയാ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ചാണ് IPC സെക്ഷൻ 326B പറയുന്നത്. ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ 7 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയും കൂടാതെ പിഴയും ലഭിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, IPC സെക്ഷൻ 326B ആണ് പറഞ്ഞത്. IPC സെക്ഷൻ 326B പറയുന്നത് എന്താണ്? സ്വമേധയാ ആസിഡ് വലിച്ചെറിയുകയോ വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അതിൻ്റെ ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ 7 വർഷത്തോളം ആകാവുന്ന കാലത്തേക്ക് തടവ് ശിക്ഷയും കൂടാതെ പിഴയും.